ഹായ്. എടാ ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, എനിക്ക് ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഈ ബിഗിനേഴ്സ് എല്ലാവരും എന്തുകൊണ്ട് ഈ പൈത്തൺ തന്നെ ആദ്യം ചൂസ് ചെയ്യുന്നത്? ബിഗിനേഴ്സ് പൈത്തൺ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ അതിൻ്റെ റീഡബിൾ സിൻടാക്സ് ആണ്. നമുക്ക് പൈത്തൺ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് പോലെ തന്നെ വായിക്കാൻ പറ്റും. ഓക്കെ, റീഡബിൾ സിൻടാക്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എന്തല്ല, ബിഗിനർ ഫ്രണ്ട്ലി അല്ല. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഡിമാൻഡാണ്. വലിയ വലിയ കമ്പനീസ്, ഗൂഗിൾ, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള കമ്പനീസാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഹ്യൂജ് ലൈബ്രറീസ്, ഒരുപാട് ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഡേറ്റ അനാലിസിസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്. വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാങ്കോ, ഫ്ലാസ്ക് പോലെയുള്ള ഫ്രെയിം വർക്ക്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പൈത്തൺ ആദ്യം തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ ബിഗിനേഴ്സും പൈത്തൺ ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പൈത്തനെ കുറിച്ചിട്ടോ വേറെ ഏതെങ്കിലും ടെക്നോളജീസിനെ കുറിച്ചിട്ടോ കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐറോ ഹബ് ഇൻഫോടെക്കിലെ ഒരു ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ബയോയിൽ ഉണ്ടാവും. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ.